അപ്പോൾ നമ്മളിപ്പോൾ ഉറങ്ങി നീച്ചിട്ടുള്ളൂ കേട്ടോ. ഇപ്പോൾ ഏകദേശം 6 മണിയാണ് ടൈം. നമുക്ക് നിവേദനാലയിലേക്ക് പോകണ്ടേ നോക്കി പുറത്തിപ്പോൾ ഈ ഒരു കോലത്തിലാണ് ഇരുട്ടും കാര്യങ്ങളൊക്കെ ഏകദേശം വെളിച്ചം വെറ്റി വരുന്നുണ്ട്. അപ്പോൾ എന്താ വെച്ചാൽ നമുക്ക് പല്ലൊക്കെ തേച്ച് ഒന്ന് കുളിച്ചിട്ടൊക്കെ നേരെ ഒരു 6:30 6:45 പോകണം. ഇവിടുന്ന് മാറ്റിക്കൊണ്ട് ചങ്ങായിൻ്റെ അടുത്ത് ചങ്ങായും ഞാൻ കൂടി നേരെ നബിദിന റാലി പോകണം. നബിദിന റാലി വെച്ചാൽ മദർസ് പോകണം ആദ്യം. എന്നിട്ട് അതായി കാര്യങ്ങളൊക്കെ ഉയർത്തലും പരിപാടികളൊക്കെ ഉണ്ട്. കഴിഞ്ഞ പ്രാവശ്യം തന്നെ നേരം വൈകിക്കാണ്ട് ഉറങ്ങിച്ചാനും കാര്യങ്ങളൊക്കെ ആയിട്ട് നേരം വൈകിക്കാണ്ട് അതാകെ ഉയർത്തൽ കൂടാൻ പറ്റിയിട്ടില്ല. മൗലൂദും കാര്യങ്ങളൊക്കെ ഉണ്ടേനി. അപ്പോൾ ഇപ്രാവശ്യം എന്തായാലും അത് മിസ്സാക്കൽ എടുക്കില്ല. അപ്പോൾ നമുക്ക് 7 മണിക്കാണ് പതാക ഉയർത്തൽ. 6 മണിയല്ല, അപ്പോൾ ഒരു 6:30 6:45 ഉള്ളിൽ പരിപാടികളൊക്കെ തീർത്ത് ഇവിടുന്ന് ഇറങ്ങണം. അപ്പോൾ എന്തായാലും ആ പരിപാടിയൊക്കെ ആയിട്ട് നമുക്ക് നോക്കട്ടെ. അവിടെ നമുക്ക് ചാടിച്ചാനും വേണ്ടി പായും കാര്യങ്ങളൊക്കെ ആയിട്ട് പീങ്ങുണ്ട്. നമുക്ക് എന്തായാലും പായും കാര്യങ്ങളൊക്കെ തിന്നാണ്ട് കുളിച്ച് കണ്ട് ഇറങ്ങാം. അപ്പോൾ നമ്മൾ പോകട്ടോ. എന്താണ് നമ്മൾ 2 എങ്ങന്മാരുണ്ട്. ഒന്ന് മൂലേര് അൽ മൂലേര് ചെയ്ത് എങ്ങനെ രണ്ടാമത്തെ നമ്മളെ സുഫൈൽ ഉണ്ടിയാ. ഇതാണ് സുഫൈൽ. അപ്പോൾ എന്തായാലും പതാകത്ത് ഏകദേശം ടൈം ആയിക്കണേ. അപ്പോൾ എന്തായാലും അങ്ങോട്ട് പോവാം. കേരള സാഹിത്യോത്സവത്തിന് ഈ മുതലിനെ കണ്ടങ്ങളെ ആ മുതലാണ് ഈ മുതൽ. കേരള സാഹിത്യോത്സവത്തിന് ഫസ്റ്റ് കിട്ടിയതാണ്. എന്തിനാണ് ഫസ്റ്റ് കിട്ടിയത് പറഞ്ഞ? മധു ഗാനരചന അതാണ് ഈ മുതൽ. ഇന്നാൾ ഇവനെന്തോ പറഞ്ഞിന്, എന്തോ സ്റ്റോറി സ്റ്റാറ്റസ് കിട്ടീന്, എന്തോ സമ്മാനം കിട്ടണ. അപ്പോൾ ഇതാണ് സംഗതി. ഈ പതാക ഉയർത്താൻ പോവാണ്. ദഫും പരിപാടികളൊക്കെ ആയിട്ട് നടക്കാൻ പോകണട്ടാ. അതൊക്കെ നമ്മളെ ചങ്ങായിക്ക് എന്തായാലും കൊടി കിട്ടിയ ചങ്ങായി ഇതൊക്കെ കൊടി കിട്ടിയ കാരണം മുമ്പ് പോവാണ്. ടോർഷോൻ്റെ ടീം മുമ്പ് പോവാണ്. അങ്ങനെ ഒരു പടം ഉണ്ട്. അവിടെ ചളിയുള്ള കാരണം കുട്ടികളൊക്കെ സൈഡൊക്കെ നടത്തിക്കൊണ്ട് കേട്ടാ. കണ്ടിയാ റോഡാണിത്. എന്തായാലും അങ്ങനെ നടക്കുക. അങ്ങനെ ചളിയൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും റാലിക്ക് അത്യാവശ്യം നല്ല ആളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അവിടേക്ക് അങ്ങോട്ട് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. എന്തായാലും അങ്ങനെ നടക്കുക. ഒറ്റ ടോപ്പിൽ ഇപ്പോൾ രണ്ട് വരി ഒപ്പമുള്ള വരി രണ്ട് തലക്കിലായിട്ടാണ്. റോഡ് മാറുമ്പോൾ വരി മാറി എന്തായാലും പോവാം. ഇവിടെ കുറച്ചങ്ങോട്ട് പോയാൽ റോഡും കാര്യങ്ങളൊക്കെ ഉണ്ട് നല്ലത്. അപ്പോൾ പായസം കുടിച്ചേട്ടാ. ഇവിടെ നിന്ന് അങ്ങോട്ട് എങ്ങനെയാണെന്ന് വെച്ചാൽ 3 മദർസുണ്ട് ഇതിൻ്റെ ബാക്കിൽ. അതായത് ഇതിപ്പോൾ ഒരു മദർസ് വെച്ചിട്ടാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മൾ വന്ന വരി ഇവിടെ ഏകദേശം ഉണ്ട്. ഞങ്ങൾ മുമ്പ് കിട്ടീന് തന്നെയാവും. അതിൻ്റെ ബാക്കിൽ വേറെ ഒരു വരി കാത്തിട്ടുണ്ട്. ഇവിടെ ഒരു മദർസ് ഉണ്ട്. ഇതന്നെ അത് 3ഉം അതിൻ്റെ ബാക്കി മദർസകളാണ്. അതുകൊണ്ട് 3 വരി ഒന്നേ കയറാം. അത്രയും വലിയ വരിയും കാര്യങ്ങളൊക്കെ കയറട്ടാം. അപ്പോൾ അത് സെറ്റ് ചെയ്യാൻ വേണ്ടി നിൽക്കണേ. അതായത് നമുക്ക് മുമ്പ് പോവാം. ചങ്ങായി മുമ്പ് പോയിക്കണമെന്നുണ്ട്. പായസവും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് കേട്ടോ. ഇതിന് മുമ്പ് കിട്ടീന് നമ്മൾ വീഡിയോയിൽ ആഡാക്കിയിട്ട് ചെയ്യാം. കുറേ ലാഗ് അടുപ്പിച്ചിട്ട് വെച്ചിട്ട് പായസവും കാര്യങ്ങളൊക്കെ കുടിച്ചാൽ അങ്ങനെ കുറേ കിട്ടുന്നുണ്ട്. ഓരോതാക്കി കാണുന്നുണ്ടെങ്കിൽ ലാഗും കാര്യങ്ങളൊക്കെ വരും. അപ്പോൾ അതാണ് ഇതിങ്ങനെ പൊടി മാറാക്കി നടക്കുന്ന ചെങ്ങായി എടുത്തത്. ഇവന് പൊടി എന്തിനു യൂസ് ചെയ്യണമെന്ന് വെച്ചാൽ പൊടി മറ്റേ വെയിൽ വരല്ലോ, വെയിൽ വന്ന് കണ്ണ് കടിച്ചുമ്പോൾ എടുത്തുകൊണ്ട് മറക്കണേ. നമ്മൾ വരുന്ന ബൈക്കിലൊരു പള്ളിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അവിടെ ഒരു മദർസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ആ മദർസത്തെ ജാതി കാര്യങ്ങളൊക്കെയാണെന്നാ തോന്നുന്നുണ്ട് കേട്ടോ. വേണ്ടിയാ മറ്റേ ഫ്ലവർ ഷോയുടെ ടീം. പിന്നെ അതേപോലെ തന്നെ വേറെ എന്താ ഇതിൻ്റെ പേര് എനിക്കറിയാം. അപ്പോൾ അടുത്ത ദഫും ടീമും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതാണ് ദഫിൻ്റെ ടീമാണിത്. എവിടെയാ അപ്പോൾ അവിടെ വൻ ജനസാഗരമാണ്. കണ്ടോളി. റോഡ് ഫുള്ള് ആൾക്കാരാട്ടാ. കണ്ടോളി. കണ്ടിയാ ഫുള്ള് ആൾക്കാരാണ്. അപ്പുറത്തും ഇപ്പുറത്തൊക്കെ ആയിട്ട് ആൾക്കാർ തന്നെയാണ്. ഇപ്പോൾ കിട്ടിയ ഒരു പൊതിയും കാര്യങ്ങളൊക്കെയാണ്. അന്ന് ആ പൊടിക്കപ്പോൾ അതിൻ്റെ നിറച്ച് ഇത്രയും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മളെ ആദ്യത്തെ അയൽവാസികളാണ് ഇട്ടത്. കണ്ടോളി. ഇതിലെത്രത്തോളം കൊടുക്കുന്നുണ്ട് അറിയാം. ഇതോ സാധനം കൊണ്ടുവരുന്നത് കേട്ടോ. എനിക്ക് തോന്നുന്നത് ഈത്തപ്പയാണെന്നാണ്. മിക്കവാറും ഈത്തപ്പയാവും. എന്താ അറിയാം കറക്റ്റ്. അങ്ങനെ നോക്കാം. നമുക്ക് ഇവിടുന്ന് കഴിച്ച് കിട്ടിയ സലാഡും കാര്യങ്ങളൊക്കെ ഉണ്ടത്. നമ്മളെ കഴിച്ചിലൊരു ഡോറയും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടാ. നമുക്ക് തിന്നിഞ്ഞ് അവിടെ ആയിട്ട് നമ്മൾ കൂടിയ വരണ്ടേ.
പിന്നെ അതേപോലെ തന്നെ നേരെ ഓപ്പോസിറ്റ് ഇത് ബാക്കി മദർസ് തന്നെയാണ്, നമ്മളെ മദർസിൻ്റെ ബാക്കി മദർസ് തന്നെയാണ്. അത് വേറെ വരിയും കാര്യങ്ങളൊക്കെയാണ്. അതുകൊണ്ട് ഞങ്ങൾ വന്നുകൊണ്ട് നിൽക്കണ്ടേ. അപ്പോൾ ഇനിയിപ്പോൾ എന്താ പരിപാടി വെച്ചുകയാണെന്നുണ്ടെങ്കിൽ ഇതെല്ലാം കൂടി മദർസിൻ്റെ അവിടെ എത്താനായിക്കണേ. അവിടുന്ന് ഇനിയിപ്പോൾ മൗലൂദും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ ശേഷം ഫുഡും കാര്യങ്ങളൊക്കെ ആയിക്കാരം. ഈ ഒരു മദർസിൻ്റെ ദഫിൻ്റെ ടീമാണ് കേട്ടോ പോണത്. നേരെ മുമ്പിൽ ഈ മദർസിൻ്റെ തന്നെ അറിയാം വേറെ ദഫും ടീമും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതാണ് കറക്റ്റ് ആ പരിപാടിൻ്റെ ടീം. ഇത് സ്കൗട്ടാണ് തോന്നുന്നുണ്ട് ഈ കറുപ്പ് വരുന്നത്. അതിൻ്റെ നേരെ മുമ്പിൽ എന്താ പരിപാടി അറിയാം. പിന്നെ അതേപോലെ തന്നെ പിന്നെ പൊടി പിടിച്ചിട്ട് ഒരു ടീമുണ്ട്. അതിൻ്റെ ബാക്കിൽ വേറെ ദഫിന് തോന്നുന്നുണ്ട്. ദഫില്ല വേറെ എന്തോ പരിപാടിയാണ്. അറബന അതേപോലത്തുള്ള ഒരു പരിപാടി കാര്യങ്ങളൊക്കെയാണ്.